മഴ കുറഞ്ഞതോടെ വയനാട് ജില്ലയിലെ നെൽകർഷകരെ കാത്തിരിക്കുന്നത് വലിയ നഷ്ടങ്ങളാണ്. പലയിടത്തും നെൽപ്പാടങ്ങൾ ഉണങ്ങിയതിനാൽ കൃഷി ഇറക്കാനായില്ല. സംസ്ഥാനത്ത് ഈ വർഷം ഏറ്റവും മഴക്കുറവുള്ളത് വയനാട് ജില്ലയിലാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട മഴയുണ്ടാകുമെന്ന കാലാവസ്ഥാ പ്രവചനം വിശ്വസിച്ചാണ് വയനാട്ടിലെ നെൽകർഷകർ വിത്തുപാകിയത്. എന്നാൽ ഈ വർഷം മഴയ്ക്ക് 59% കുറവാണ് വയനാട് ജില്ലയിൽ ഇതുവരെയുണ്ടായത്. നടീലിനൊരുക്കിയ പാടങ്ങൾ പലയിടത്തും വിണ്ടുകീറി തുടങ്ങി. നടാനായി പറിച്ച ഞാറും ഉണങ്ങി. ഞാൻ തന്നെ ഇപ്രാവശ്യം 4 ഏക്കർ കൃഷി പാട്ടത്തിനെടുത്തതാണ്. ഇപ്പം എല്ലാം വയല് പൂട്ടി എല്ലാം ചെളിയാക്കി ഇപ്പം ഞാറ് പറിക്കണം. ഞാറ്റും കണ്ടത് വെള്ളമില്ലാത്തതുകൊണ്ട് ഈ ഞാറ് പറിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതൊക്കെ പോയി. ഇനി മഴ പെയ്തിട്ട് കാര്യം ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. കർക്കിടകത്തിൽ നല്ല മഴ പ്രതീക്ഷിച്ചാണ് ഞാറു പറിച്ച് നടാനുള്ള ഒരുക്കങ്ങൾ കർഷകർ നടത്തിയത്. എന്നാൽ മുൻമാസങ്ങളിൽ ലഭിച്ച മഴ പോലും കർക്കിടകത്തിൽ ലഭിച്ചില്ല. നെല്ലല്ലാത്ത മറ്റു കൃഷികളെയും ഇത് ബാധിക്കും. വിത്തിട്ടതെല്ലാം ഉണങ്ങി, അത് വേറെ. അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കൃഷിക്കാരന് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ കുരുമുളകാണെങ്കിൽ അതുമില്ല, കാപ്പിയാണെങ്കിൽ എല്ലാം തൊഴിയാൻ പോകുന്നുണ്ട്, അടക്കയാണെങ്കിൽ കൃഷി എല്ലാ അനുഭവങ്ങളും നഷ്ടത്തിലാണിപ്പോൾ. വരും ദിവസങ്ങളിലും മഴക്കുറവ് തുടർന്നാൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ അളവ് വളരെ തുച്ഛമായിരിക്കും. മീഡിയ 1 വയനാട്.